ഒഴിവു ദിവസത്തെ കളി, സെക്സി ദുർഗ, ചോല, കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. വഴക്കാണ് അവസാനം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് സംവിധായകൻ നടത്തിയ ചില പരാമർശങ്ങളും പങ്കുവച്ച പോസ്റ്റുകളും വൈറലാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ നടി നിയമവഴിക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മഞ്ജു വാര്യരുമായി ബന്ധപ്പെടുത്തി വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ നടത്തി എത്തിയിരിക്കുകയാണ് സനൽകുമാർ ശശിധരൻ. മഞ്ജു വാര്യർ പോലീസിൽ പരാതിപ്പെട്ട ശേഷം നാട്ടിൽ നിൽക്കാൻ കഴിയാതെയായതോടെയാണ് അമേരിക്കയിലേക്ക് പോയതെന്ന് സംവിധായകൻ പറഞ്ഞു. താൻ തടവറയിലാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞതായും സനൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംവിധായകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പ്രണയം പറഞ്ഞ് ശല്യം ചെയ്തുവെന്ന പരാതിയാണ് എനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്തിരിക്കുന്നത്. 2022 ആ പരാതി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി. എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമേരിക്കയിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞത് അവർ ഒരു തടവറയിലാണെന്നും അവരുടെ മകളുടെ ലൈഫ് വെച്ച് വിലപേശുകയാണെന്നും അതുകൊണ്ട് ഈ കേസിനെപ്പറ്റി അവർക്ക് ഒന്നും അറിയില്ലെന്നും പറഞ്ഞു. ഞാൻ ഇതെല്ലാം പുറത്തു പറഞ്ഞതുമാണ്. വോയിസ് റെക്കോർഡുകൾ പുറത്തു വിട്ടിട്ടുമുണ്ട്. ഇത് ഏറ്റെടുക്കണമെന്ന് പത്രങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പരാതികൾ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. പിന്നീട് 2025 ഞാൻ നാട്ടിലേക്ക് അമേരിക്കയിൽ നിന്നും തിരികെ വന്നു. ബോംബെ വിമാനത്താവളത്തിൽ വെച്ച് അധികൃതർ എന്നെ തടഞ്ഞു നിർത്തി. എനിക്കെതിരെ ഒരു രേഖയും ഇല്ലാതെയാണ് തടഞ്ഞു നിർത്തിയത്. സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ 2 തവണ എൻ്റെ ജീവൻ രക്ഷിച്ചു. അതിന് നന്ദിയുണ്ട്. തടഞ്ഞു വെച്ചിരിക്കുന്ന വിവരം പത്രക്കാരെ അറിയിച്ചതുകൊണ്ട് നാട്ടിലും എല്ലാവരും അറിഞ്ഞു. അറസ്റ്റ് ചെയ്ത് എന്നെ നാട്ടിൽ കൊണ്ടുവന്ന ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു കേസുമില്ല. ശേഷം എന്നെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. ആ കേസ് നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ എനിക്കെതിരെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഈ കേസ് അന്വേഷിക്കണം. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടണം. വിചാരണ ചെയ്ത് ശിക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ എന്നെ വെറുതെ വിടണമെന്നോ വേറെ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ല പറയുന്നത്. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, ശിക്ഷിക്കണം. അതുപോലെ ഞാനൊരു പരാതി കൊടുത്തിരുന്നു. എൻ്റെ സിനിമ പൂഴ്ത്തിവെക്കാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എനിക്കെതിരെ കള്ളക്കേസുകൾ ഉള്ളത്. ഇത് ഒരു മാഫിയ സംഘത്തിൻ്റെ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയും അന്വേഷിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും പരാതി കൊടുത്തിരുന്നു. പക്ഷേ അന്വേഷിച്ചില്ല. ഈ സർക്കാർ വന്നപ്പോൾ നേരിട്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ പരാതിയും അന്വേഷിച്ചിട്ടില്ല. ആ പരാതി ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുക്കിയെന്നാണ് ഞാൻ അറിയുന്നത്. അത്രത്തോളം വിപുലമായ രീതിയിലുള്ള കള്ളക്കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം വെച്ച് ഒരു സമൂഹത്തിന് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നുവെന്ന് ആലോചിച്ചു നോക്കൂ എന്നും സനൽകുമാർ ശശിധരൻ പറയുന്നു.